ലോകം സാക്ഷ്യം വഹിക്കുന്നത് നിർണായകമായ ഒരു നയതന്ത്ര അട്ടിമറിക്കാണ്. ഇറാനെ ആക്രമിച്ച് തകർക്കുമെന്ന് വീരവാദം മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒടുവിൽ ആ നീക്കത്തിൽ നിന്നും പാതി വഴിയിൽ പിന്തിരിഞ്ഞിരിക്കുകയാണ്. ലോകത്തെ മുൾമുനയിൽ നിർത്തിയ യുദ്ധഭീതിക്ക് താൽക്കാലിക വിരാമമാകുമ്പോൾ വൈറ്റ് ഹൗസിൻ്റെ ഗർവിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. എന്താണ് ട്രംപിനെ മനംമാറ്റത്തിന് പ്രേരിപ്പിച്ചത്? വെറും ഒത്തുതീർപ്പാണോ അതോ ട്രംപ് ശരിക്കും മുട്ടുമടക്കിയതാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരമുണ്ട്. അതിങ്ങനെയാണ്: ദിവസങ്ങൾക്ക് മുൻപ് ഫ്ലോറിഡയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപ് തമ്മിൽ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയാണ് ഈ നാടകീയ നീക്കങ്ങൾക്ക് തുടക്കമിട്ടത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനും അവിടെ ഭരണമാറ്റം കൊണ്ടുവരാനും പറ്റിയ ഒരു സുവർണ അവസരമാണിത് എന്ന് മൊസാദ് തലവന്മാർ ട്രംപിനെ വിശ്വസിപ്പിച്ചു. പ്രക്ഷോഭകരെ പിന്തുണച്ച് ഇറാനെ അകത്തു നിന്ന് തകർക്കാമെന്ന നെതന്യാഹുവിൻ്റെ തിരക്കഥ അത് വിശ്വസിച്ച ട്രംപ് വ്യോമാക്രമണത്തിന് തയ്യാറെടുക്കാൻ പെൻറ്റഗണോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ട്രംപ് വിചാരിച്ചതുപോലെ നടന്നതേയില്ല. ഇവിടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്ന നയതന്ത്രജ്ഞൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ റഷ്യ സൈനികമായി ഇടപെടുമെന്നും ആവശ്യമെങ്കിൽ ഇറാനുമായി നേരിട്ട് സൈനിക കരാറിൽ ഏർപ്പെടുമെന്നും പുടിൻ ട്രംപിന് കർശനമായ മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, ഇസ്രായേലിനെ രഹസ്യമായി വിളിച്ച് പുടിൻ മറ്റൊരു താക്കീതും നൽകി. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം ആദ്യം തന്നെ അനുഭവിക്കേണ്ടി വരിക ഇസ്രായേലായിരിക്കുമെന്നതായിരുന്നു ആ മുന്നറിയിപ്പ്. ഈ ഭീഷണിക്ക് മുന്നിൽ നെതന്യാഹുവിനും ഇസ്രായേലിനും പിന്തിരിയേണ്ടി വന്നിരിക്കുന്നു. അവസാനം ട്രംപിനെ വിളിച്ച് ആക്രമണം തൽക്കാലം വേണ്ട എന്ന് നെതന്യാഹുവിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നതിൽ റഷ്യ വിജയിച്ചിരിക്കുന്നു. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കുക എന്ന നയതന്ത്ര തന്ത്രമാണ് പുടിൻ ഇവിടെ പുറത്തെടുത്തത്. പുറമേ ഗർവ് കാണിക്കുമ്പോഴും അമേരിക്കൻ സൈനിക നേതൃത്വത്തിനുള്ളിൽ ട്രംപിൻ്റെ തീരുമാനത്തിനെതിരെ വലിയ അതൃപ്തി പുകഞ്ഞിരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയെ ഭയന്ന അമേരിക്കൻ കമാൻഡർമാർ യുദ്ധമുണ്ടായാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ ചാരമാകുമെന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ പക്കലുള്ള പല യുദ്ധക്കപ്പലുകളും അറ്റകുറ്റപ്പണിയിലാണെന്നും ഈ ഘട്ടത്തിൽ ഒരു പൂർണ്ണ യുദ്ധത്തിന് അമേരിക്കൻ സൈന്യം തയ്യാറെന്നുമുള്ള സാങ്കേതിക തടസ്സങ്ങൾ കൂടി സൈനിക തലവന്മാർ ഉയർത്തിയതോടെ ട്രംപ് തീർത്തും ഒറ്റപ്പെട്ടു. ഇതിനിടെ ഇറാൻ നൽകിയ മുന്നറിയിപ്പും അമേരിക്കയെ ഞെട്ടിച്ചു. അമേരിക്ക ആക്രമിച്ചാൽ ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുളച്ചു നിൽക്കുമെന്നായിരുന്നു ഇറാൻ്റെ കർശനമായ നിലപാട്. ഒടുവിൽ ലോകത്തിന് മുന്നിൽ താൻ പരാജയപ്പെട്ടു എന്ന് വരുന്നത് തടയാൻ ട്രംപ് പുതിയൊരു വാദവുമായി രംഗത്തെത്തി. ഇറാൻ പ്രക്ഷോഭകരെ തൂക്കിലേറ്റുന്നത് നിർത്തിവെച്ചുകൊണ്ടാണ് താൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ഇറാൻ്റെ പ്രതിരോധവും റഷ്യയുടെ പരോക്ഷമായ യുദ്ധഭീഷണിയും ട്രംപിനെ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിച്ചു എന്നതാണ് വാസ്തവം. സ്വന്തം സൈനിക നേതൃത്വത്തിൻ്റെ നിസ്സഹരണവും റഷ്യയുടെ കരുനീക്കങ്ങളും കൂടിയായപ്പോൾ ട്രംപിന് പിന്തിരികയല്ലാതെ മറ്റ് വഴികളില്ലായിരുന്നു. ലോക പോലീസുകാരൻ എന്ന് ചമയുന്ന അമേരിക്കയ്ക്ക് ഇറാൻ വിഷയത്തിൽ പിൻവാങ്ങേണ്ടി വന്നത് അവരുടെ നയതന്ത്ര പരാജയമായി തന്നെ കണക്കാക്കാം. ഇസ്രായേൽ ഒരുക്കിയ ഗൂഢാലോചനയും ട്രംപിൻ്റെ പോർവിളികളും ഇറാൻ്റെയും റഷ്യയുടെയും ഉരുക്കുമുഷ്ടിക്ക് മുന്നിൽ തകരുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇറാനിൽ ഇസ്രായേൽ ആഗ്രഹിച്ച ഭരണമാറ്റം എന്ന സ്വപ്നം ഇതോടെ തൽക്കാലത്തേക്ക് പൊലിഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ അധികാര സമവാക്യങ്ങളിൽ ഈ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയെന്ന് പ്രതിഫലിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.